എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്. അതാണ് ഇന്ന് ഗോസ്പെല്ലിൽ യേശു പറഞ്ഞു കൊടുക്കുന്നത്. യഹൂദിൽ കുറച്ച് പേര് യേശുവിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമായിരുന്നു യേശുവിനെ. അവർ കുറച്ച് പേര് യേശുവിനോട് സംസാരിക്കുമായിരുന്നു, യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് പേരോടുള്ള സംഭാഷണമാണ് നമ്മളിന്ന് കേൾക്കുന്നത്. ഇത് ഗോസ്പെൽ യേശു അവരുടെ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ശിഷ്യന്മാരാണ്. ഇപ്പം നമ്മൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പുണ്ട്. കുറച്ചും കൂടി ഒരു ഡിസേബിൾഷിപ്പിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനമാണ് കീപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് യേശു ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു: നിങ്ങൾ സത്യം അറിയുന്നെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാകും. അവർക്ക് യേശുവിന് ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ വാക്ക് പറഞ്ഞപ്പോൾ അവർക്കൊരു ഇഷ്ടക്കേടായി. കാര്യം അവർ ഉടനെ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് നല്ലൊരു തലമുറയുണ്ട്, ഞങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റിയൊരു പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്നവരാണ് ഞങ്ങൾ. തറവാട്ടി പിറന്നവരെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വലിയൊരു തറവാട്ടി പിറന്ന കുടുംബമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ അടിമകളൊന്നുമല്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്. ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഈ വലിയ തലമുറയുടെ കണക്കൊന്നും പറയണ്ട, നിങ്ങളുടെ പാപമാണ് നിങ്ങൾ അടിമയാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ചിന്ത മനുഷ്യരെ കുറച്ചുകൂടി വ്യത്യസ്തനാക്കണം. നമ്മൾ എന്തോ ആണ് എന്ന് ചിന്തിക്കുന്നിടത്തല്ല, നമ്മൾ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് കാര്യങ്ങളൊക്കെ വ്യക്തത വരുന്നത്. നമ്മൾ പണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിൻ്റെ പേരിലൊക്കെ അഹങ്കരിച്ചും കാലം നീട്ടിക്കിരിക്കുകയെന്ന് വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കില്ല, മുന്നോട്ട് പോകില്ല. നമ്മുടെ കുടുംബത്തിൽ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കൃപകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം പലപ്പോഴും നമ്മളതിനെ സംരക്ഷിക്കുന്ന ഒരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകാറില്ലേ? ഇങ്ങനെയുള്ള തോന്നലൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലരും പറയാറുള്ളത് നമ്മുടെയൊക്കെ പൂർവികരുടെ പ്രാർത്ഥനയാണ്, അവരുടെ നന്മകളൊക്കെയാണ്. ഇങ്ങനെ പൂർവികരുടെ പ്രാർത്ഥനയും നന്മയുടെ കണക്ക് പറഞ്ഞ് എത്ര നാളിരിക്കും? നമുക്ക് നമ്മുടെ പൂർവികരുടെ വിശ്വാസമുണ്ടോ? പ്രാർത്ഥനയുണ്ടോ? നമുക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലെ കോൺസിക്വൻസ് അനുഭവിക്കും. നമ്മൾ അടിമകളാകുന്നത് നമ്മുടെ പാപം കൊണ്ടാണ്, അല്ലാതെ പൂർവികരുടെ പാപം കൊണ്ടോ പൂർവികരുടെ നന്മ കൊണ്ടോ അല്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദ ഗോസ്പെൽ യേശു കൃത്യമായിട്ട് പറഞ്ഞുതരും: നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ബോധവാന്മാരാകണം. നമ്മുടെ ട്രാക്ക് ശരിയാണോ? നമുക്ക് എന്തോ ഉണ്ടെന്നും ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ലൈഫ് കൃത്യമായ ട്രാക്കിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്നില്ലെങ്കിൽ ട്രാക്ക് മാറ്റിവിടാൻ സമയമായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.